ആ ടൈമിൽ ചാറ്റ്ജിപിടി എന്നോട് പറഞ്ഞു എന്ത് ചെയ്തോളാൻ. സോ നിങ്ങൾ തന്നെ പറ, ഞാൻ കണ്ടന്റ് ക്രിയേഷൻ ചെയ്ത് മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ. അതുപോലെ തന്നെ എനിക്ക് വേറൊരു പ്രശ്നമുണ്ട്. ഹായ് ഗായ്സ്, എൻ്റെ പേര് സോന. ഞാൻ ഇതുവരെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ, അപ്പം നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പം എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഈ കഴിഞ്ഞ ജനുവരിയിൽ എൻ്റെ ഫസ്റ്റ് കോമ്പറ്റീഷൻ ചെയ്ത്. അപ്പം അതിൽ ചെയ്ത ഒരു വീഡിയോ ക്ലിക്കായതിനു ശേഷമാണ് എന്നെ കുറച്ച് പേരെങ്കിലും അറിയാൻ തുടങ്ങിയത്. പിന്നെ ആ കോമ്പറ്റീഷന് ശേഷമാണ് എനിക്ക് യൂട്യൂബിൽ നല്ലോണം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയത്. അതായത് എൻ്റെ പ്ലേസ് വരുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരിക്കടുത്ത് നന്മണ്ട 13 എന്ന പ്ലേസ് ഉണ്ട്. അവിടെയാണ് എൻ്റെ വീട് വരുന്നത്. ഞാൻ എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് പറയാം. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 10th സ്റ്റാൻഡേർഡ് CBSE സ്കൂളിലാണ് പഠിച്ചത്. അത് എൻ്റെ വീടിനടുത്തുള്ള നരിക്കുനി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ NMSലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് +1 +2 കൊറോണ കാലായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ ബാലുശ്ശേരിക്കടുത്ത് കോക്കല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, അവിടെയാണ് +1 +2 പഠിച്ചത്. +1 സ്കൂളിലേ പോയിട്ടില്ല, +2 ആണ് കുറച്ചെന്നെങ്കിലും സ്കൂളിൽ പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജ് അഡ്മിഷൻ എടുത്ത്, അതായത് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ എടുത്ത കോഴ്സ് എന്താ വെച്ചാൽ BCom ഫിനാൻസ് ആയിരുന്നു. 2022-25 ബാച്ചിലാണ് അവിടെ പഠിച്ചത്. ഞാൻ കഴിഞ്ഞ വർഷമാണ് ഡിഗ്രി പാസ് ഔട്ട് ആയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വരാന്ത റേസിൽ SSC കോച്ചിങ്ങിന് പോയി. SSC മീൻസ് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ. അതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഇടയിൽ കൂടിയായിരുന്നു എനിക്ക് കോമ്പറ്റീഷൻ്റെ പ്രിപ്പറേഷൻ ചെയ്യേണ്ടി വന്നത്. അങ്ങനെ ഞാൻ 6 മാസത്തെ SSC കോച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ മെയിനായിട്ട് കോമ്പറ്റീഷനാണ് ഫോക്കസ് ചെയ്തത്. നവംബർ ആ ഒരു ടൈം ആകുമ്പോഴേക്ക് കോച്ചിങ് ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞ്, പിന്നെ ഡിസംബർ ജനുവരിയിലായിരുന്നു കോമ്പറ്റീഷൻ. ഞാൻ കപ്പ അസോസിയേഷൻ്റെ കോമ്പറ്റീഷനാണ് പ്രിപ്പയർ ചെയ്തത്. ആൻഡ് എന്ത് സംഭവിച്ചു, ഞാൻ കോമ്പറ്റീഷന് പങ്കെടുത്ത് മിസ്റ്റർ കാലിക്കറ്റ് ആയിരുന്നു ഫസ്റ്റ് ഉള്ളത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഡയറ്റൊക്കെ എടുത്ത് പോസ്റ്റിംഗ് ഒക്കെ സെറ്റാക്കി കോമ്പറ്റീഷന് വേണ്ടി ഇറങ്ങി. കാപ്പ കാലിക്കറ്റിൽ ഞാൻ മത്സരിച്ചു. എനിക്ക് ഒരു 3rd പ്രൈസ് ഇതിൽ അച്ചീവ് ചെയ്യാൻ പറ്റി. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയായിരുന്നു മിസ്റ്റർ കേരള. ശരി കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാനിപ്പോൾ തന്നെ 3rd പ്രൈസ് ആണ് അച്ചീവ് ചെയ്തത്. അപ്പോൾ കേരള എന്ന് പറഞ്ഞാൽ ഒരു വലിയ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്താൽ എനിക്ക് ഒരു പൊസിഷൻ പോലും കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു. ഇത് പ്രോട്ടീൻ ഇൻടേക്ക് വളരെ ലോ ആയിട്ടാണ് ആ കോമ്പറ്റീഷൻ പ്രിപ്പറേഷൻ ടൈമിൽ എടുത്തത്. ചില ദിവസം പ്രോട്ടീൻ ഗോൾ ഹിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ചില ദിവസം പറ്റിക്കോണമെന്നില്ല. അങ്ങനെ ചിലത് സ്കിപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മൾ കേരളയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാലോ. അതുകൊണ്ട് എൻ്റെ കൂടെ ഉള്ളവരൊന്നും കേരളയിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അതായത് നമ്മൾ കാലിക്കറ്റ് രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ തന്നെയാണ് കേരളയിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് കാലിക്കറ്റ് എന്തായി തീരുമെന്ന് അറിയാണ്ടാണ് ഞാൻ കേരള പോയി രജിസ്റ്റർ ചെയ്തത്. ഭയങ്കര കോൺഫിഡൻസ് കുറവായിരുന്നു. കാരണം എൻ്റെ കൂടെ മത്സരിച്ചവരൊക്കെ അത്യാവശ്യം നല്ല ഫിസിക്കും നല്ല ബോഡിയൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. അപ്പം എനിക്ക് ആ ഒരു കോമ്പറ്റീഷന് പങ്കെടുത്താൽ ഒരു പൊസിഷനും കിട്ടൂല എന്ന് ഉറപ്പിച്ച് പോയതാണ് ഞാൻ പിറ്റേന്ന് കേരളയ്ക്ക്. കേരള കോമ്പറ്റീഷൻ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, രാവിലെ ചോറും പിന്നെ ചിക്കൻ കറിയും തിന്ന് പിന്നെ കുറച്ച് വെള്ളവും കുടിച്ചിട്ടാണ് ഈ കോമ്പറ്റീഷന് പോകുന്നത്. കാരണം എനിക്ക് ഉറപ്പാണ് എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന്. ഞാൻ ട്രെയിനറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വരണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ടാനൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇറങ്ങി പോകുന്നോളാം, എനിക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആസ് എ ട്രെയിനർ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യേണ്ട ആളാണല്ലോ. അപ്പോൾ കോമ്പറ്റീഷന് ട്രെയിനർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടാനൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമിൽ എനിക്കിങ്ങനെ തോന്നുക, അങ്ങനെ ഒരു സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊന്നും എടുക്കാണ്ടാണ് ഞാൻ ഈ കോമ്പറ്റീഷന് ഇറങ്ങുന്നതെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ എടുത്തേക്കാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കി പാർട്ടായിട്ട് ഞാൻ വിചാരിച്ചത്, ആദ്യം ഇങ്ങനെ ഡയലോഗ് പറഞ്ഞിട്ട് അവസാനത്തെ പാട്ടിലേക്ക് സ്റ്റേജിൽ നിന്ന് ഗോ ടു ദ ഗ്രീൻ റൂം, അതായത് ഔട്ടായി എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് ആ ഒരു സീനും കൂടി ആഡ് ആക്കിയിട്ട് ഒരു റീൽ ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവിടെയാണ് ട്വിസ്റ്റ് സംഭവിച്ചത്. കേരളയിൽ 5th പ്രൈസ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. അത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് രണ്ടും കൂടി എഡിറ്റ് ചെയ്തിട്ട് ഒരു റീലാക്കി ഇട്ടപ്പോഴാണ് ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ് വന്നത്. ആ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് 8K ഫോളോവേഴ്സാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നത്. കോമ്പറ്റീഷൻ്റെ മുന്നേ വരെ എനിക്ക് 5000 ഫോളോവേഴ്സ് ആയിരുന്നു. എൻ്റെ ഒരു പാഷനാണ് ഇങ്ങനെ വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴേ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയും എഡിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഞാൻ ഇന്നെ ക്യാപ്ചർ ചെയ്യുന്നതിന് പകരം ഞാൻ കാണുന്ന ചിത്രങ്ങളും ഞാൻ കാണുന്ന ആൾക്കാരുടെ വീഡിയോസും ആയിരുന്നു അധികം എടുക്കാറ്. അതുപോലെ തന്നെ എനിക്ക് വേറൊരു പ്രശ്നമുണ്ട്, ഞാൻ എൻ്റെ ഫോണിൽ എന്തൊക്കെ വീഡിയോ എടുത്താലും അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് അന്നപ്പോൾ ഒരു ചാനൽ ഉണ്ടായിരുന്നു, ZGC സ്റ്റോറീസ് പറഞ്ഞിട്ടുള്ള കോളേജിൻ്റെ പേജാണ്. അതുപോലെ തന്നെ ഞാൻ കുറേ പേജസ് തുടങ്ങി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഞാൻ എടുക്കുന്ന പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെയുള്ള പേജിലൊക്കെ അപ്ലോഡ് ചെയ്യും. കോളേജിൽ എന്തെങ്കിലും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതും ഇങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ട് ഒരു റീല് പോലെ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യും. അതാണ് എൻ്റെ പരിപാടി. പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോസ് എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യാറില്ലേനും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ChatGPT-നോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കി, ജിമ്മിൻ്റെ വീഡിയോസൊക്കെ അപ്പം ഇടുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങുന്നതാണോ നല്ലതെന്നുള്ളത്. കാരണം ഞാൻ കോൺഫിഡൻ്റ് അല്ല, കാരണം ഞാനൊന്നും അച്ചീവ് ചെയ്തില്ല, പിന്നെ നല്ലൊരു ഫിസിക് ബിൽഡ് ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ. എന്നപ്പോൾ എനിക്ക് അതിൻ്റെ കോൺഫിഡൻസ് കുറവുണ്ട്. അപ്പം എന്താവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം ബൾക്ക് അതിനൊന്ന് കട്ടിലല്ലേനും ആ ടൈമിൽ ChatGPT-നോട് പറഞ്ഞു എന്ത് ചെയ്തോളാൻ, ഇപ്പം തൊട്ടേ തുടങ്ങിക്കോളാൻ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ റാൻഡമായിട്ട് റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു അക്കൗണ്ടിൽ ഒരു ഗേൾ ചെയ്ത് വെച്ച വീഡിയോ കണ്ട്, അതായത് മസിൽ ഇങ്ങനെ ഫ്ലെക്സ് ചെയ്തിട്ട് ഒരു അന്നത്തെ ട്രെൻഡിങ് മ്യൂസിക്കിൽ ചെയ്തൊരു വീഡിയോ. അപ്പം ഞാൻ വിചാരിച്ച് ആ ഒരു ടൈപ്പ് എൻ്റെതായ രീതിക്ക് ക്രിയേറ്റ് ചെയ്ത് എനിക്കും പോസ്റ്റ് ചെയ്തുകൂടെ എന്നുള്ളത്. അങ്ങനെ ഞാനത് റീലൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി എന്ത് ചെയ്ത് പോസ്റ്റ് ചെയ്ത്. പിന്നെ നടന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സംഭവങ്ങളായി. എത്ര ആൾക്കാരെ അറിയോ ആ ഒരു റീല് സ്റ്റോറി ഇട്ടത്. അപ്പം ഞാൻ വളരെ ഹാപ്പി, കാരണം എനിക്ക് ഇങ്ങനൊരു സപ്പോർട്ട് കിട്ടും എന്നുള്ള ഒരു കാര്യം എനിക്ക് അറിയില്ലേനും. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ളൊരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. കോളേജിൻ്റെ പേജിൽ 100 ഫോളോവേഴ്സൊക്കെ കയറിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ അന്ന് എനിക്ക് എത്രയും 2000 ഫോളോവേഴ്സേ ഉള്ളേനും, 2500 ആ ഒരു റേഞ്ചിൽ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങനെ 100 ഫോളോവേഴ്സൊക്കെ കയറുക എന്നൊക്കെ പറയുമ്പോൾ അതിലും വലിയൊരു സന്തോഷം വരുന്നില്ല. കാരണം നമ്മളെ കൊണ്ടും പറ്റും എന്നുള്ളൊരു റിയലൈസേഷൻ വരുമല്ലേ. അപ്പോൾ ഞാൻ വളരെ ഹാപ്പി. എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്ത് ആ വീഡിയോസിന് നല്ല നല്ല കമൻറ്റ് ചെയ്ത് ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഇടണം എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് മോട്ടിവേഷനായി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനിയും റീൽസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഫ്ലെക്സ് ചെയ്യുന്നതും അങ്ങനെ ഓരോരോ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ സ്റ്റിൽ എനിക്കൊരു 5000 ഫോളോവേഴ്സ് വരെ പോയിട്ടുള്ളൂ. പിന്നെ കോമ്പറ്റീഷന് ശേഷമാണ് ആ ഒരൊറ്റ റീലുകൊണ്ട് എനിക്ക് 8K ഫോളോവേഴ്സ് കയറിയത്. പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസിന് എന്ത് വന്ന്, അതായത് കോമ്പറ്റീഷൻ റിലേറ്റഡ് വീഡിയോസ് ആണല്ലോ, അപ്പോൾ ആൾക്കാർ കൂടുതൽ ഫോളോ ചെയ്യാൻ തുടങ്ങി. റൂട്ടീനായി മാറി. അതായത് ഡെയിലി ഞാൻ ഒരു റീല് വെച്ച് ഇടുമായിരുന്നു. പക്ഷേ അങ്ങനെ ഇട്ടിട്ട് പിന്നെ കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡയറ്റ് പ്ലാനൊക്കെ തെറ്റിച്ചു. ഞാൻ അന്ന് കഴിക്കുന്ന പോലെ പ്രോട്ടീൻ ഇൻടേക്ക് പിന്നെ കഴിച്ചില്ല. ഞാൻ ഡെയിലി ഒരു 2-3 കോഴിമുട്ട കഴിക്കും. അതാണ് എൻ്റെ പ്രോട്ടീൻ. അല്ലാണ്ട് എക്സ്ട്രാ പ്രോട്ടീൻ ഒന്നും കിട്ടാറില്ല. ആൻഡ് ഞാൻ മെഷർ ചെയ്ത് കഴിക്കുന്നത് നിർത്തി. പിന്നെ ഷുഗർ കട്ട് സ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്ത്, പക്ഷേ ഓയിൽ കട്ട് കഴിക്കും. ബിരിയാണി, മന്തി അങ്ങനത്തെ ഒക്കെ ഞാൻ കഴിക്കും. ഇങ്ങനൊരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ മസിൽ ലോസ് വരുന്നുണ്ടോ ഒരു ഡൗട്ടില്ല അതില്ല. കാരണം ഇപ്പോൾ ബൈസെപ്സ് ഒന്നും ഇങ്ങനെ വിസിബിളായിട്ട് കാണുന്നില്ല. ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്യലുണ്ട്, പക്ഷേ പ്രോട്ടീൻ ഇൻടേക്കോ വാട്ടർ ഇൻടേക്കോ ഒന്നും നോക്കലില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പോരായ്മകൾ എൻ്റെ ബോഡിയിൽ കണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബോഡി വെയ്റ്റിനനുസരിച്ചുള്ള പ്രോട്ടീൻ ഇൻടേക്ക് എടുത്ത് തുടങ്ങണം. സോ അത് ഞാനൊരു സീരിയസ് ആയിട്ട് തുടങ്ങാനാണ് പ്ലാൻ. അപ്പോൾ എന്നെക്കുറിച്ച് പറയാൻ അത്രയേ ഉള്ളൂ. ആൻഡ് എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, അച്ഛമ്മ അവരൊക്കെയാണുള്ളത്. എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് ഗെയിൻ ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. എനിക്ക് ഇത്രയില്ലേനും ഒരു കൊല്ലം കൊണ്ടെന്നെങ്കിലും ഒരു 10K ഫോളോവേഴ്സ് ആക്കിയെടുക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നൗ ഐ ആം ഹാപ്പി. നമ്മുടെ ഫോളോവേഴ്സ് ഇപ്പോൾ ഒരു 40K അടുത്ത് എനിക്ക് ആവാൻ പോകുന്നുണ്ട്. സോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരിലേക്ക് പ്രൊവൈഡ് ചെയ്യാനാണ്. അതുപോലെ തന്നെ ഈ ഹെൽത്തും കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനും ഭയങ്കര പാഷൻ ഉണ്ട്. പിന്നെ മെയിൻലി ഐ ആം അഡിക്റ്റഡ് ടു സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് വീഡിയോസ്. ആൻഡ് എനിക്കും സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് വീഡിയോസ് ചെയ്യാനും അങ്ങനെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ അത് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണ് ഒക്കെ ഉള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഫുള്ള് കാണാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ സെൽഫ് ഇംപ്രൂവ്മെൻ്റ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത്, പിന്നെ ഫിറ്റ്നസ്, വർക്കൗട്ട് റിലേറ്റഡ് വീഡിയോസൊക്കെ ഇടാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇത്രയും കാലം യൂട്യൂബ് ഒരു സീരിയസ് ആക്കി എടുത്തില്ല, പക്ഷേ യൂട്യൂബ് സീരിയസ് ആയിട്ട് എടുക്കാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ നിങ്ങൾ തന്നെ പറ, ഞാൻ കണ്ടന്റ് ക്രിയേഷൻ ചെയ്ത് മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ SSCക്ക് പഠിച്ച് മുന്നോട്ടേക്ക് പോകണോ? അത്
സ്റ്റിൽ എനിക്കിപ്പോൾ ഒരു കൺഫ്യൂഷനാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ റിസൾട്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ 10th എനിക്ക് 87% മാർക്ക് ഉണ്ടായിരുന്നു. CBSE ആയിരുന്നല്ലോ. പിന്നെ അതുപോലെ തന്നെ +1 +2 ഫുൾ A+ ആയിരുന്നു. ഡിഗ്രിക്ക് ഞാൻ ടോപ്പറായിരുന്നു വിത്ത് 81%. ആൻഡ് ഇനി ഞാൻ പഠിച്ച് മുന്നോട്ടേക്ക് പോകണോ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ ചെയ്ത് മുന്നോട്ടേക്ക് പോകണോ എന്നുള്ളത് സ്റ്റിൽ കൺഫ്യൂഷനാണ്. സോ സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ ഫിറ്റ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.